ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഊട്ടിയിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. ഒരു ടൂർ പാക്കേജ് ആയിരുന്നു. കൃത്യം 5 മണിക്ക് ബസ്സിൽ കയറി കേട്ടോ. പക്ഷെ വീഡിയോ ഒക്കെ എടുത്തു. എന്നാൽ രാവിലെ 5 മണി ആയതുകൊണ്ട് വീഡിയോ ഇത്രയൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ കേട്ടോ. പാലക്കാട് എത്തി അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചേ. ഇത് നമ്മുടെ വരിക്കശ്ശേരി മനയാണ്. നമ്മൾ ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ, അരൺമനെ 4 എന്നൊക്കെയുള്ള മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. 4 ഏക്കറോളം സ്ഥലമുണ്ട്. നമ്മൾ ഈ പാലക്കാട്ടിൽ ഒറ്റപ്പാലം സ്ഥലമില്ലേ, അതിനടുത്ത് മനുശ്ശേരിയിൽ വില്ലേജിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നല്ല സ്ഥലമാണ്, എന്താ പറയുക, നല്ല ട്രീസ്, പ്ലാന്റ്സ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. നല്ല ഒരു ശാന്തത, നല്ലതെന്ന് വെച്ചാൽ നല്ല ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. ഇതെൻ്റെ മോനാണേ. അവൻ നമ്മുടെ ഈ നടുമുറ്റമില്ലേ, അതാണിത്. അവിടെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കുക. അവൻ ഭയങ്കര ഹാപ്പിയായി, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ചാടാനുള്ള ഒരിതിലാണേ. അവൻ നല്ലതായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെത്തി കേട്ടോ. ഇവിടെ ആദിയോഗി എന്ന് പറയുന്ന ഒരു ശിവപ്രതിമയുണ്ട് ഇവിടെ. അത് കാണാനായിട്ട് വന്നതാണേ. ഇത് ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വരുവാണ് കേട്ടോ. ബാക്കിൽ എൻ്റെ മോൻ ഓരോന്നിൻ്റെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്ന് ഒരു കഫേ ആണെന്ന് തോന്നുന്നു. കഫേ ചായയൊക്കെ കൂടി എല്ലാവരും ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇതാണ് ആദിയോഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വീഡിയോസിൽ കാണുന്ന കണക്കല്ല കേട്ടോ, നേരിൽ കാണാനായിട്ട് നല്ല രസമാണ്. വീഡിയോസിൽ അതിൻ്റെ ചെറിയൊരു ഒരു ഇതൊക്കെ അറിയാൻ പറ്റണുള്ളൂ. പക്ഷെ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുക കേട്ടോ. കുറച്ച് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാവേ. ഞാൻ കുറച്ച് ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഴികക്കല്ലാണ് ആദിയോഗി ശിവപ്രതിമ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ബെസ്റ്റ് സ്കൾപ്ചർ എന്നാണ് പറയുന്നത്. 112 അടി ഉയരത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 112.4 അടി ഉയരം, 24.99 മീറ്റർ വീതി, 147 അടി നീളത്തിലൊക്കെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യോഗ തത്വചിന്ത അനുസരിച്ച് ഒരാളുടെ പരമമായ സ്വഭാവം കൈവരിക്കാനുള്ള 112 വഴികളെ ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ആദിയോഗി ഭക്തരെയും ആത്മീയ അന്വേഷകരെയും മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെയും ഇത് ആകർഷിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ യോഗ സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തിൽ താല്പര്യമുള്ളവരുടെ ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു കേട്ടോ. പ്രതിമയ്ക്ക് സമീപമുള്ള ഈഷ യോഗ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ ഫൗണ്ടേഷൻ ഈ സ്ഥലത്തെ വിനോദസഞ്ചാരത്തിനായി പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരിൽ കാണാൻ എന്താ ഒരു വൈബെന്നറിയാവോ, നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ് സ്ഥലം കാണാൻ. നമ്മൾ രാത്രിയൊക്കെ ഒരു 7:20 ആകുമ്പോഴത്തേക്കൊരു ലൈറ്റ് ഷോ ഉണ്ടാവും. ലൈറ്റ് ഷോ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. രാത്രി സന്ധ്യയ്ക്ക് ഒരു 7 മണിയില്ലേ. ഒട്ടകത്തിനെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതിൽ കയറിയിട്ട് യാത്രയൊക്കെ ചെയ്യാം. ഒരുപാട് ആൾക്കാർ കയറണുണ്ട്. ഇവരൊക്കെ അതിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കുന്നവരാണ്. ചുമ്മാ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ എൻ്റെ മോനെടുത്ത വീഡിയോ ആണ് കേട്ടോ, മൂത്താൾ. അതിൻ്റെ ഇടയ്ക്ക് അവന് വന്നിട്ട് എൻ്റെ കാലിലിട്ട് തട്ടുക. ഇതാണ് അവിടുത്തെ സന്ധ്യ നേരാക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച. ഇത് കണ്ടോ, ഇത് നമ്മൾ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എല്ലാവരും വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ്. നല്ല രസമാണ് ആ സമയത്ത്. പക്ഷേ ഇതിൽ വീഡിയോയിൽ കാണുന്നൊരു നല്ല നേരിൽ കാണാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇനിയുള്ള വീഡിയോ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലങ്ങ് ഓടിച്ചിട്ടൊന്ന് കാണിക്കാവേ. ഇതാണ് ലൈറ്റ് ഷോട്ടോ. ഫുള്ളായിട്ടുള്ളെന്നുണ്ടെങ്കിലും കുറേ പാട്ടെല്ലാം ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുവാണ്. ദെൻ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്നത്. ആ ഹോട്ടലിൽ നിന്ന് ഒരു മണിക്കൂറോളം ഊട്ടിയിലേക്കുള്ള യാത്രയുണ്ട്. നമ്മൾ പിന്നെ ഊട്ടി ട്രെയിൻ ഉണ്ട്, അതിൽ കയറാനാണ് അടുത്ത് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോസാണ് കേട്ടോ. 7:10 ഊട്ടി ട്രെയിൻ വരുന്നുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നും ഒരു 1-1.25 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക്. ആ ടൈമിലെടുത്ത വീഡിയോസാണിത്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്നും വെക്കേറ്റ് ചെയ്തു. നമ്മളവിടെ എത്തിച്ചേരുമ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാലും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊട്ടി ട്രെയിൻ മിസ്സാകും കേട്ടോ. പിന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്നാൽ മാത്രമേ നമുക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് വാഷ്റൂമിൽ പോകേണ്ടുള്ളവർക്ക് പോകാം, പിന്നെ ചായ സ്നാക്സ് അങ്ങനെയൊക്കെ മേടിക്കാനുള്ളവർക്ക് മേടിക്കാം. ഞങ്ങൾ ചായ സ്നാക്സൊക്കെ മേടിച്ചിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി യാത്രയിലാണ്. ഊട്ടിയിലെ ട്രെയിൻ യാത്രയോടൊപ്പം തന്നെ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് അറിവുകളും കൂടി പറഞ്ഞു പോയാലോ. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ പലർക്കും ഒരു വലിയ ഇഷ്ടമില്ലാത്ത അനുഭവമായിരിക്കും അല്ലേ. വേഗത തീരെയില്ലാത്ത ഒരു ട്രെയിനിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ശരിയല്ലേ? എന്നാൽ ലോകത്തിലെ തന്നെ വേഗത കുറഞ്ഞ ഒരു ട്രെയിനിൽ കയറി ഒരു ഉല്ലാസയാത്ര നടത്തിയാലോ. മേട്ടുപ്പാളയം ഊട്ടി യാത്രയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടി വരെയുള്ള റെയിൽപാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ടോയ് ട്രെയിനുകളാണ് പ്രധാന കൗതുകം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ട്രെയിൻ. ഇന്ത്യയിൽ ഷിംലയിൽ മാത്രമാണ് ഇതിനു പുറമെ ടോയ് ട്രെയിനുകൾ ഉള്ളത്. കോളനി ഭരണകാലത്ത് ഊട്ടി ആയിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ സമ്മർ ഹെഡ് ക്വാർട്ടേഴ്സ്. അക്കാലത്ത്, അതായത് 1899 പണി പൂർത്തിയാക്കിയതാണ് ഈ റെയിൽപാത. മേട്ടുപ്പാളയത്ത് നിന്ന് നീലഗിരി മലനിരകളിലൂടെ ഊട്ടിയിലെ ഉദകമണ്ഡലം വരെയാണ് ഈ പാത നീളുന്നത്. 26 ആർച്ച് പാലങ്ങളും 16 തുരങ്കങ്ങളും ഒരു നെടുനീളൻ പാലവും പിന്നിട്ട് 46 കിലോമീറ്റർ ആണ് ഈ പാതയുടെ നീളം. ഈ പാതയിലൂടെയുള്ള ട്രെയിൻ യാത്ര സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന ഒന്നാണ്. ട്രെയിനിൽ ഇരുന്നാൽ ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാനാകുക. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലനിരകളും തേയിലത്തോട്ടങ്ങളും കൊടും കാടുകളും ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് കാണാനാകും. തേയിലത്തോട്ടങ്ങൾക്ക് പേര് കേട്ട കൂനൂരിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഒറ്റ ടോയ് ട്രെയിനേ ഉള്ളൂ. മേട്ടുപ്പാളയത്ത് നിന്ന് 7:10 ട്രെയിൻ പുറപ്പെടുന്നത്. ഉച്ചയോടെ ഇത് ഊട്ടിയിൽ എത്തിച്ചേരും. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഈ ട്രെയിൻ ഊട്ടിയിൽ നിന്ന് തിരിക്കും. വൈകുന്നേരം 6:35 മേട്ടുപ്പാളയത്ത് എത്തിച്ചേരും. മേട്ടുപ്പാളയം കഴിഞ്ഞാൽ ചെങ്കുത്തായ കുന്നുകൾ കയറിയാണ് ട്രെയിൻ പോകുന്നത്. അതിനാൽ തന്നെ ഇന്ന് സാധാരണ കാണാറുള്ള ഡീസൽ എൻജിനോ ഇലക്ട്രിക് എൻജിനോ അല്ല കുന്നു കയറുമ്പോൾ ട്രെയിൻ ഉപയോഗിക്കുന്നത്. എക്സ് ക്ലാസ് ശ്രേണിയിൽ പെടുന്ന ലോക്കോമോട്ടീവ് എൻജിനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 46 കിലോമീറ്റർ ദൂരമാണ് ഊട്ടി മേട്ടുപ്പാളയം പാതയ്ക്ക്. നിരവധി ആർച്ച് പാലങ്ങളും തുരങ്കങ്ങളും പിന്നിട്ടാണ് ട്രെയിൻ ഊട്ടിയിൽ എത്തുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കുത്തനെയുള്ള റെയിൽപാതയും ഇതാണ്. റാക്ക് ആൻഡ് പീനിയൻ സംവിധാനം ഉപയോഗിച്ചാണ് ട്രെയിൻ കുന്നു കയറുന്നത്. പാളങ്ങൾക്കിടയിലാണ് റാക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പൽചക്രം പോലുള്ള ചക്രം ഉപയോഗിച്ചാണ് ട്രെയിൻ കുന്നു കയറുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. രാവിലെ 8:45 ട്രെയിൻ ഹിൽഗ്രോവിൽ എത്തുന്നത്. മേട്ടുപ്പാളയത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ. യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഷനിൽ ഉണ്ട്. രാവിലെ 10:30 ട്രെയിൻ കുന്നൂർ എത്തിച്ചേരും. യാത്രയ്ക്കിടയിലെ പ്രധാന സ്റ്റേഷൻ ആണ് ഇത്. ഇവിടെ 10 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിടും. ഇവിടെ വരെയേ റാക്ക് റെയിൽ ഉള്ളൂ. ഈ സ്റ്റേഷൻ മുതൽ ഡീസൽ എൻജിനിലാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. തുടർന്ന് 10:47 നമ്മൾ വെല്ലിംഗ്ടൺ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇവിടെയാണ് മദ്രാസ് റെജിമെൻറ്റിൻ്റെ ആസ്ഥാനം. 11:19 ട്രെയിൻ കെട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ഊട്ടിക്ക് വളരെ അടുത്തുള്ള സ്റ്റേഷൻ ആണിത്.
ഊട്ടിക്ക് മുന്നിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ് ലൗഡേർ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം. ഊട്ടിയിൽ എത്താൻ 12 മണിയോടെ ഊട്ടിയിൽ ട്രെയിൻ എത്തിച്ചേരും. എന്താ ഇങ്ങനെ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുള്ളവർ നേരെ മേട്ടുപ്പാളയത്തിലേക്ക് വിട്ടോളൂ. പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഊട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വന്നതൊരു ടൂർ പാക്കേജ് ആയതുകൊണ്ട് അവർ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ നമുക്ക് ഊട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതിലിരുന്ന് പോകുമ്പോൾ കിട്ടുന്നത്. പക്ഷെ പതിയെ 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 മാത്രമേ പോകുള്ളൂ എന്നുള്ളൂ. പക്ഷേ എന്നാലും കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അറിയുകയേയില്ല. ഒരു 1.5 മണിക്കൂറോളം നമ്മളിങ്ങനെ ട്രെയിനിലിരുന്നു. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിലെത്തി. നമ്മൾ ഇനി അടുത്ത ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അതിന്ന് എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള പുറത്തുള്ള വീഡിയോസാണ്. ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളെ കൂടെ ബസ്സിൽ വന്നിട്ടുള്ളവരാണ് അതൊക്കെ അവിടെ നിന്നത്. ഊട്ടിയിലെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി നമ്മൾ വന്നേക്കുന്നത് ടീ ഫാക്ടറിയിലോട്ടാണ്. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ നീലഗിരി കുന്നുകളിൽ 1839 മീറ്റർ ഉയരത്തിലാണ് ഊട്ടി തേയില ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. 1 ഏക്കർ വിസ്തൃതിയിലാണ് പൂർണ്ണ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. ടീ ഫാക്ടറിയിൽ നിന്ന് നടന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്നിവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ആദ്യം തന്നെ ഞാൻ ചായയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയാവേ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചൈനയിൽ ചായയുടെ കഥ ആരംഭിച്ചത് ഒരു വിദഗ്ധനും ശാസ്ത്രജ്ഞനുമായ ഭരണാധികാരിയിൽ നിന്നാണ്. മുൻകരുതൽ എന്ന നിലയിൽ അദ്ദേഹം തിളപ്പിച്ച വെള്ളം കുടിച്ചിരുന്നു. ഒരു ദിവസം ദൂരെയുള്ള ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം വഴിയിൽ നിർത്തി വിശ്രമിക്കുകയും കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നുള്ള ചില ഉണങ്ങിയ ഇലകൾ തിളച്ച വെള്ളത്തിൽ വീണു തവിട്ട് നിറത്തിലുള്ള ദ്രാവകം രൂപപ്പെട്ടു. ചക്രവർത്തി ഒരു ശാസ്ത്രജ്ഞൻ ആയിരുന്നതിനാൽ അത് എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ജിജ്ഞാസയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പാനീയം കുടിച്ചു. അദ്ദേഹത്തിന് വളരെ ഉന്മേഷം തോന്നി. അപ്പോഴാണ് ചായ കണ്ടെത്തിയത്. ചായയുടെ ചൈനീസ് പദം ച എന്നാണ്. തേയില വിത്തുകൾ ജപ്പാനിലേക്ക് അയക്കുകയും അവിടെ പ്രചാരത്തിലാവുകയും ചെയ്തു. ചൈനക്കാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തേയില വ്യാപാരം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കിടയിൽ ചായ ഏറ്റവും പ്രചാരത്തിലായി. പെട്ടെന്ന് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ പാനീയമായി മാറി. ചായ സമൂഹം മുഴുവൻ വ്യാപിച്ചു. ഇനി നമുക്ക് തേയില ഉൽപ്പാദനത്തിനെ കുറിച്ച് പറയാം. തേയില ഇലകൾ വാടിപ്പുകൾ, ഉരുളൽ, ഉണക്കൽ, ഒടുവിൽ മാറൽ എന്നിങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുവെന്ന് തുടക്കം മുതൽ തന്നെ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഫാക്ടറിയിൽ തേയിലയുടെ യഥാർത്ഥ ഉൽപ്പാദനം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിനുള്ളിൽ തേയില ഉണക്കിയെടുക്കുന്ന പ്രക്രിയ. തുടർന്ന് ഈ ഉണക്കിയ തേയില ക്രഷറുകളിലൂടെ കടത്തിവിടുന്നു. ഒടുവിൽ കട്ട്, കേൾ, ട്വിസ്റ്റ് രീതി ഉപയോഗിച്ച് തേയില ഉൽപ്പാദിപ്പിക്കുന്നു. ചായ ഉൽപ്പാദനം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കപ്പ് ചൂട് ചായ ആസ്വദിക്കാൻ കഴിഞ്ഞു. അത് വളരെ ഉന്മേഷദായകവും രുചികരവുമായിരുന്നു. സന്ദർശകർക്ക് ചായ വാങ്ങാൻ ഒരു നല്ല ചായക്കടയുമുണ്ട്. മസാല ചായ, ഏലം ചായ, ഇഞ്ചി ചായ, ഗ്രീൻ ടീ, മസാല ഗ്രീൻ ടീ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ വിഭാഗത്തിലേക്ക് കടന്നു. കൊക്കോ മുതൽ പൊടി വരെ ചോക്ലേറ്റുകൾ എങ്ങനെ തയ്യാറാക്കുന്നു, പിന്നീട് ചോക്ലേറ്റ് പേസ്റ്റ് തയ്യാറാക്കുന്നു, പിന്നീട് അത് വ്യത്യസ്ത ആകൃതിയിൽ വാർത്തെടുക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു. ചില ബാച്ചുകളിൽ അവർ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കുന്നു. സന്ദർശിക്കാൻ പറ്റിയ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 6:30 വരെ. പ്രവേശന ഫീസ് 20 രൂപ. തേയില ഫാക്ടറിയിലെ ഞങ്ങളുടെ മുഴുവൻ അനുഭവവും അതിശയകരമായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമുക്കിതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞാലോ. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ കോയമ്പത്തൂരിനടുത്തുള്ള ഉദകമണ്ഡലത്തിൽ 22 ഹെക്ടർ വിസ്തൃതിയിലുള്ള വിശാലമായ ഒരു പ്രദേശമാണ് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻസ്. 1848 സ്ഥാപിതമായ ഈ ഉദ്യാനങ്ങൾ ട്വിഡേലിയ മാർക്വിസ് മനോഹരമായ രീതിയിൽ സ്ഥാപിച്ചു. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ വകുപ്പാണ് ഇവ പരിപാലിക്കുന്നത്.
170 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന സമ്പന്നമായ ചരിത്രമുള്ള ഈ ഉദ്യാനങ്ങൾ ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നും അറിയപ്പെടുന്ന ഊട്ടിയിലെ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രബിന്ദുവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാനമായി ഊട്ടി പ്രവർത്തിച്ചപ്പോഴാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളുടെ ആകർഷണം ആരംഭിച്ചത്. സമതലങ്ങളിലെ ഉഷ്ണമേഖലാ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളും ഊട്ടിയിലേക്ക് മടങ്ങുമായിരുന്നു. പ്രകൃതി സൗന്ദര്യവും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത പ്രകൃതി ദൃശ്യങ്ങളും സംയോജിപ്പിച്ച് സമാധാനപരമായ ഒരു വിശ്രമ കേന്ദ്രം സൃഷ്ടിക്കുക എന്ന വിശാലമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഉദ്യാനത്തിൻ്റെ അടിത്തറ. സ്വാതന്ത്ര്യാനന്തരം ടൂറിസം വികസിച്ചതോടെ തണുത്ത കാലാവസ്ഥയും പ്രകൃതി ദൃശ്യങ്ങളും തേടുന്ന ആഭ്യന്തര സഞ്ചാരികൾക്ക് ഊട്ടിയും അതിലെ സസ്യോദ്യാനങ്ങളും ഒരു ജനപ്രിയ സ്ഥലമായി മാറി. നിരത്തിവച്ച പുൽത്തകിടികൾ, വിദേശ സസ്യങ്ങൾ, വൈവിധ്യമാർന്ന പുഷ്പ ഇനങ്ങൾ എന്നിവ പ്രകൃതി സ്നേഹികളെയും സസ്യശാസ്ത്രജ്ഞരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിച്ചു. 1800-കൾ മുതൽ ചരിത്രപരമായ വേരുകൾ ഉള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാർഷിക ഊട്ടി പുഷ്പമേള. അസാധാരണമായ പുഷ്പശേഖരം പ്രദർശിപ്പിക്കുന്ന ഈ പരിപാടി ദേശീയവും അന്തർദേശീയവുമായ ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. സാധാരണയായി മെയ് മാസത്തിൽ നടക്കുന്ന ഈ പ്രദർശനം വിവിധ വിദേശ തദ്ദേശീയ സസ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ഊട്ടി പട്ടണത്തിന് ഒരു ഉത്സവാവസരവുമാണ്. ഫേണുകൾ, ഓർക്കിഡുകൾ, 20 ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ളതായി കരുതപ്പെടുന്ന ഒരു ഫോസിലൈസ് ചെയ്ത വൃക്ഷം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ശേഖരം ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. പുൽത്തകിടികൾ, ഇറ്റാലിയൻ ശൈലിയിലുള്ള പൂന്തോട്ട രൂപകൽപ്പന, ടെറസിലുള്ള പുഷ്പകിടക്കകൾ എന്നിവയുള്ള ഗാർഡനുകളുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി തദ്ദേശീയവും വിദേശവുമായ സസ്യങ്ങളുടെ ഒരു ശ്രേണി പ്രദർശിപ്പിക്കുന്നു. പ്രശസ്തമായ റോസ് ഗാർഡനിൽ 2000-ത്തിലധികം ഇനം റോസാപ്പൂക്കൾ അടങ്ങിയിരിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഊട്ടിയിലെ ടൂറിസം പ്രവണതകൾ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദപരവുമായ രീതികളെ അനുകൂലിക്കുന്നു. സന്ദർശകർ ആസ്വാദ്യകരം മാത്രമല്ല, പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് ശ്രദ്ധാലുക്കളായ അനുഭവങ്ങൾ തേടുന്നു. സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര ടൂറിസത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഗൈഡഡ് നേച്ചർ വാക്ക്, വിദ്യാഭ്യാസ ടൂറുകൾ പോലുള്ള എക്കോ ടൂറിസം സംരംഭങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ആക്കം കൂട്ടി. ഒരു നൂറ്റാണ്ടിലേറെയായി തമിഴ്നാടിൻ്റെ ടൂറിസം പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഊട്ടി സസ്യോദ്യാനങ്ങൾ. അവയുടെ നിലനിൽക്കുന്ന ജനപ്രീതി അവയുടെ കാലാതീതമായ സൗന്ദര്യത്തിനും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് അവയുടെ ആകർഷണം സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള സംയോജിത ശ്രമങ്ങൾക്കും തെളിവാണ്. ടൂറിസം പ്രവണതകൾ വികസിക്കുന്നതിനനുസരിച്ച് സുസ്ഥിരതയ്ക്കും ഡിജിറ്റൽ ഇടപെടലിനുമുള്ള ആധുനിക ആഹ്വാനത്തോടൊപ്പം ചരിത്രപരമായ മനോഹാരിതയുടെ ഒരു മിശ്രിതം നൽകിക്കൊണ്ട് ഉദ്യാനങ്ങൾ പൊരുത്തപ്പെടുന്നതും തുടരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിലെ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഊട്ടി ലേക്കിലോട്ടാണ്. ഊട്ടി ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഊട്ടിയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടി തടാകത്തിന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലുള്ള ഒരു ചരിത്രമുണ്ട്. 1824-ൽ കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺ സള്ളിവൻ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഇത്. ഊട്ടിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ജോൺ സള്ളിവൻ ആണ് ഇത് നിർമ്മിച്ചത്. പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തിനും ബോട്ടിങ്ങിനും അനുയോജ്യമായ ഒരു സ്ഥലം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് സള്ളിവൻ തടാകത്തെ വിഭാവനം ചെയ്തത്. തുടക്കത്തിൽ ഏകദേശം 65 ഏക്കർ വിസ്തൃതിയുള്ളതും ഏകദേശം 2.5 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതുമായ തടാകം കാലക്രമേണ വികസന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ചില ഭാഗങ്ങൾ വറ്റിച്ചു. അത് അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തേക്കാൾ ചെറുതായി. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ പ്രധാനമായും വിനോദത്തിനായി ഉപയോഗിച്ചിരുന്നു. അതിൽ തുഴച്ചിൽ, പിക്നിക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതിൻ്റെ ചുറ്റുപാടുകൾ യൂക്കാലിപ്സ് മരങ്ങളും മറ്റ് സസ്യജാലങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അത് അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിച്ചു. ഇന്നും ഊട്ടി തടാകം ബോട്ടിംഗ് സൗകര്യങ്ങളാൽ ശ്രദ്ധേയമായ ഒരു ആകർഷണമായി തുടരുന്നു. ഇത് തദ്ദേശീയരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ഇവിടെ നടക്കുന്ന വാർഷിക വള്ളംകളി മത്സരങ്ങൾ അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഇത് ഊട്ടിയുടെ വിനോദസഞ്ചാര മേഖലയിലെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നു.
തിരികെ വരുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഹോട്ടലിൽ ഇറങ്ങി. അവിടെ ഞങ്ങൾക്കായി DJ പാർട്ടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ രാത്രി 10:30 ഇതോടുകൂടി ഞങ്ങളുടെ ഊട്ടി യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇത്ര സമയവും ഞങ്ങളുടെ ഈ യാത്രാ വീഡിയോ കാണാനായി മാറ്റിവെച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.